أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മോമിനീങ്ങളുടെ പ്രത്യേകതകൾ വിവരിച്ചിട്ടുണ്ട്. അതിലൊന്ന് അവർ തങ്ങളുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സമ്പത്ത് ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിടത്തെല്ലാം ധനം ചെലവ് ചെയ്യുന്നവർ മോമിനീങ്ങൾ മാത്രമാണെന്നും പറയുന്നു. ചില സന്ദർഭങ്ങളിൽ സദക്കാത്തുകളെ, ദാനധർമ്മങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പരാമർശങ്ങളുണ്ട്. ചിലപ്പോൾ സക്കാത്തിനെ പരാമർശിച്ചുകൊണ്ട് ചെലവഴിക്കുന്നതിനെ പറ്റി പറയുന്നു. മാത്രമല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനത്യാഗം ചെയ്യുന്നവരുടെ സമ്പത്ത് എങ്ങനെ, എവിടെ ചെലവഴിക്കപ്പെടുമെന്നും പറയുന്നുണ്ട്. ദൈവിക പ്രസ്ഥാനങ്ങളുടെ ചര്യ അനുസരിച്ച് അവർ തങ്ങളുടെ സമ്പത്ത് പരിശുദ്ധീകരിക്കാൻ അള്ളാഹുവിന്റെ അനുഗ്രഹാതിരേഖത്താൽ അവന്റെ തൃപ്തി കരസ്ഥമാക്കാൻ അവർ ദൈവമാർഗത്തിൽ ചെലവഴിക്കുന്നു. ജമാഅത്തിലും ഇതേ വിധത്തിൽ സാമ്പത്തിക ത്യാഗത്തിന്റെ ശൃംഖല തുടർന്നു വരുന്നു. ജമാഅത്തിലുള്ളവർക്ക് അള്ളാഹുവിന്റെ കൽപ്പനയാണെന്നും അവർ ചെയ്യുന്ന ത്യാഗങ്ങൾ എങ്ങനെയാണ് വിനിയോഗിക്കപ്പെടുന്നതെന്നും അറിയാം. ഹസ്രത്ത് മസീഹ് അലി ഇസ്ലാം കൊണ്ടുവന്ന മിഷൻ, അതായത് അള്ളാഹുവിന്റെ തൗഹീദ് ലോകത്ത് സ്ഥാപിക്കുകയും ഇസ്ലാമിന്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും പതാക ലോകത്ത് പറത്തുകയുമാണ്. ഇതൊരു നിസ്സാര കാര്യമല്ല, വളരെ ബൃഹത്തായ പദ്ധതിയാകുന്നു. ഈ സന്ദേശം ലോകത്ത് പരത്തുക എന്നത് ഏതായാലും അതിനുവേണ്ടി സാമ്പത്തിക ചെലവുകളും അനിവാര്യമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദികൾ അള്ളാഹുവിന്റെ കൽപ്പന, അതായത് തങ്ങളുടെ സമ്പത്ത് ദൈവമാർഗത്തിൽ ചെലവഴിക്കുക എന്നതനുസരിച്ച് ഈ ചെലവുകൾ പൂർത്തിയാക്കാൻ പരിശ്രമിക്കുന്നു. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പരന്നുകിടക്കുന്ന അഹമ്മദികൾ തങ്ങളുടെ സാമ്പത്തിക ത്യാഗത്തിൽ കാണിക്കുന്ന മാതൃകകൾ കാണുമ്പോൾ തീർച്ചയായും ഹദ്രത്ത് മസീഹ് മൗഊദ് അലി ഇസ്ലാം ദൈവിക നിയോഗിതനാണെന്നും അദ്ദേഹം മുഖേനയാണ് അവസാന കാലത്ത് ഇസ്ലാമിന്റെ സുന്ദരാധ്യാപനങ്ങൾ ലോകത്ത് പരക്കുക എന്ന കാര്യത്തിലും ഓരോരുത്തർക്കും നേരത്തേതിലും അധികം ദൃഢവിശ്വാസമുണ്ടാകുന്നു. ഈ അടയാളം എതിരാളികൾ ശ്രദ്ധിക്കുകയും തങ്ങളുടെ ഹൃദയങ്ങളെ വെറുപ്പിൽ നിന്ന് അകറ്റി നീതിപൂർവം വർത്തിക്കുകയുമാണെങ്കിൽ അഹമ്മദിയത്തിന്റെ സത്യസാക്ഷ്യത്തിന് ഈ അടയാളം അവരുടെ ഹൃദയങ്ങളെ അകാരണമായ എതിർപ്പുകളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതാണ്. എന്നാൽ അവരുടെ ഹൃദയങ്ങൾ കല്ലിനേക്കാൾ കഠിനമാകുന്നു, പ്രത്യേകിച്ച് നാമമാത്ര പണ്ഡിതന്മാരുടെ. ഏതായാലും അവരുടെ കാര്യം അള്ളാഹുവുമായിട്ടാകുന്നു. ഞാൻ പറഞ്ഞു വന്നതുപോലെ അഹമ്മദികൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു. അത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലി ഇസ്ലാമിന്റെ ദൗത്യത്തെ പൂർത്തീകരിക്കാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകയെ ലോകത്ത് പറത്തുന്നതിനും വേണ്ടിയാണെന്ന ചിന്തയോടുകൂടിയാണ് ചെയ്യുന്നത്. നിങ്ങൾ സമ്പത്തിൽ നിന്ന് ദൈവമാർഗത്തിൽ എന്ത് ചെലവഴിച്ചാലും ഞാൻ അതിനെ പല മടങ്ങായി തിരിച്ചു തരുമെന്നത് അള്ളാഹു തീർച്ചയായും വിശ്വാസികളോട് ചെയ്ത വാഗ്ദാനമാകുന്നു. എന്നാൽ നിരവധി അഹമ്മദികൾ ചിന്തിക്കുന്നത്
തങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിയാണ് കാക്ഷിക്കുന്നത് എന്നാണ്. ഇനി ഭൗതികമായ നേട്ടമുണ്ടായാൽ അത് അള്ളാഹുവിന്റെ ഔദാര്യമാണെന്നും അവരുടെ ചിന്ത ത്യാഗങ്ങളിലൂടെ അള്ളാഹു അവരോട് തൃപ്തനായിരിക്കണമെന്നതും തങ്ങളുടെ പര്യവസാനം ശുഭകരമാകാൻ സാഹചര്യമൊരുക്കണം എന്നതും മാത്രമാണ്. അഹമ്മദിയ ജമാഅത്ത് കോടിപതികളുടെ ജമാഅത്തല്ല. ഈ ജമാഅത്തിലെ അധികം ആളുകളും ദരിദ്രരോ അല്ലെങ്കിൽ മധ്യ നിലയിലുള്ളവരോ ആയ ആളുകളാകുന്നു. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ത്യാഗത്തിനുള്ള ആവേശമുണ്ട്. ഇസ്ലാമിന്റെ പുനരുജ്ജീവനത്തിൽ തങ്ങളുടെ പങ്ക് ഉണ്ടാകണമെന്ന പരിശ്രമത്തിലാണ് കഴിയുന്നത്. തുടർന്ന് അവരുടെ നിസ്സാര ത്യാഗങ്ങളും അള്ളാഹുവിന്റെ പക്കൽ ലക്ഷങ്ങളുടെയും കോടികളുടെയും പൗണ്ടിന് തുല്യമായ ഫലങ്ങൾ നൽകുന്നു. ആയതിനാൽ ദൈവസവിധത്തിലുള്ള സ്വീകാര്യതയാണ് യഥാർത്ഥ കാര്യം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്ത് തങ്ങളുടെ പരിമിതമായ ചുറ്റുപാടിൽ ആരംഭിക്കുന്ന ഏതൊരു പ്രവൃത്തിയിലും അള്ളാഹു അനുഗ്രഹം ചൊരിയുന്നു. അത് കാണുന്നവർക്ക് മനസ്സിലാകുന്നത് അതിൽ ഒരുപക്ഷെ നിരവധി മില്യൺ പൗണ്ട് ചെലവഴിക്കപ്പെടുന്നു എന്നാണ്. അത് ദരിദ്രരായ ജനങ്ങളുടെ പൈസയിൽ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം വർഷിക്കുകയാണെന്ന് അവർക്ക് അറിയുന്നില്ല. അതിന്റെ ഫലമായി നമ്മുടെ നിസ്സാര പ്രവർത്തനങ്ങളും വളരെ വലുതായി കാണപ്പെടുന്നു. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ജമാഅത്ത് വളരുമ്പോൾ വിവിധ ചിന്തകളുള്ള ആളുകളിൽ തർബിയത്ത് കുറവുള്ളതിൽ അല്ലെങ്കിൽ പഴയ അഹമ്മദികളിൽ തർബിയത്ത് കുറവുള്ളവരിലും ചില ചിന്തകൾ ഉണ്ടാകുന്നു. വീടുകളിൽ സംസാരമുണ്ടാകുന്നു. കുട്ടികൾക്ക് മുന്നിലും സംസാരിക്കുന്നു. കുട്ടികളുടെ ചിന്തയിലും ചോദ്യങ്ങൾ ഉയരുന്നു. അതായത് തങ്ങൾ എന്തുകൊണ്ട് എന്തിനു വേണ്ടി ചന്ത കൊടുക്കണം എന്ന ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. ആയതിനാൽ തങ്ങളുടെ പെരുമാറ്റത്തിലൂടെയും കർമ്മത്തിലൂടെയും ജനങ്ങളുടെ സംശയങ്ങൾ അകറ്റേണ്ടത് ഭാരവാഹികളുടെ കർത്തവ്യമാകുന്നു. ചന്ത കൊടുക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് ചെലവഴിക്കാനാണെന്നും ആ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നതെന്നുമുള്ള കാര്യത്തിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുകയും അവർക്ക് അത് അറിയുകയും വേണം. മറ്റൊന്ന്, സാമ്പത്തിക ത്യാഗത്തിന്റെ പ്രാധാന്യം എന്താണെന്നും ഇതിന് അള്ളാഹുവിന്റെ പക്കൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും ഈ ചെയ്യപ്പെടുന്ന ധനത്യാഗത്തിന് പകരം അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുമെന്നും ഈ ത്യാഗങ്ങൾ എവിടെയൊക്കെയാണ് ചെലവ് ചെയ്യപ്പെടുന്നത് എന്നും അവർക്ക് സ്നേഹപൂർവ്വം പറഞ്ഞു കൊടുക്കുക. ഇസ്ലാമിന്റെ പ്രചാരണത്തിനാണ് ചെലവഴിക്കപ്പെടുന്നത്. നമ്മുടെ TV ചാനലുകൾക്ക് നല്ലപോലെ ചെലവഴിക്കപ്പെടുന്നുണ്ട്. പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പ്രസിദ്ധീകരിക്കുന്നു. നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ചെലവ് ചെയ്യുന്നു. വിശന്ന് വലയുന്നവർക്ക് ഭക്ഷണം നൽകാൻ ചെലവഴിക്കുന്നു. മുബല്ലിഗുമാരുടെ പഠനത്തിനും അവർ മുഖേനയുള്ള തബ്ലീഗിനും ചെലവഴിക്കുന്നു. മസ്ജിദുകൾ നിർമ്മിക്കുന്നു. ജമാഅത്തിന്റെ ഇനിയും പല ചിലവുകളുമുണ്ട്. ഞാൻ ഇതൊക്കെ പറയുന്നത് ദൗർഭാഗ്യവശാൽ ജനങ്ങളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നു എന്ന നിലയ്ക്കല്ല. ഞാനിത് പറയാൻ കാരണം ജമാഅത്ത് പരക്കുന്നതനുസരിച്ച് തിന്മ പരത്തുന്നവരും സാത്താനിക വസ്വാസുകൾ പരത്തുന്നവരും ഉണ്ടാകുന്നു. അവർ ഫിത്ന ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ശിക്ഷണം കുറഞ്ഞ ആളുകളുടെ മസ്തിഷ്കങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിൽ ഉറച്ച ബോധ്യമുള്ള ആളുകൾക്ക് ജമാഅത്തി സംവിധാനം ചെലവഴിക്കാൻ ഒരുപാട് ചെലവുകൾ അത്യാവശ്യമാണെന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അവന്റെ കൽപ്പനയാണെന്നും അറിയാം. ചുരുക്കത്തിൽ തങ്ങളുടെ പക്കൽ ഒന്നും ഇല്ലാതിരുന്നിട്ടുകൂടി അള്ളാഹുവിന്റെ തൃപ്തിയിലാക്കി എന്തെങ്കിലും സംവിധാനമുണ്ടാക്കി ചെലവഴിക്കുന്നവരുടെയും തുടർന്ന് അള്ളാഹുവും അത്തരം ത്യാഗങ്ങൾ നഷ്ടപ്പെടുന്നില്ല എന്നതിനും നിരവധി ഉദാഹരണങ്ങളുണ്ട്. അള്ളാഹു അവർക്ക് തന്റെ വാഗ്ദാനമായ വയറുസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അതായത് അവർക്ക് തീരെ പ്രതീക്ഷയില്ലാത്ത മാർഗങ്ങളിൽ നിന്ന് ഉപജീവനം നൽകുന്നു എന്നതനുസരിച്ച് അള്ളാഹുവും തന്റെ വാഗ്ദാനം പൂർത്തിയാക്കുന്നു.
അഹമ്മദികൾ അത് വിശുദ്ധ ഖുർആനിൽ പാരായണം ചെയ്യുക മാത്രമല്ല, ഇന്നും അത് പൂർത്തിയാകുന്നത് കാണുകയും ചെയ്യുന്നു. ഇത് സംബന്ധിച്ച് തങ്ങളുടെ അനുഭവങ്ങൾ എഴുതുകയും ചെയ്യുന്നു. ഞാൻ അതിനുള്ള ഉദാഹരണങ്ങൾ കേൾപ്പിക്കാം. ഇത് പഴയകാല ആളുകളുടെ കഥകൾ കേൾക്കുകയല്ല നാം ചെയ്യുന്നത്, മറിച്ച് അത്തരം അനുഭവങ്ങളിൽ അള്ളാഹു ഇന്നും വിശ്വാസികളുടെ വിശ്വാസം ദൃഢീകരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം നേരിട്ട് കരസ്ഥമാക്കുന്നവർക്ക് പ്രയോജനം കിട്ടുകയും അവരുടെ വിശ്വാസം ബലവത്താകുകയും ചെയ്യുക മാത്രമല്ല, മറിച്ച് അവരുടെ സാമീപ്യമുള്ളവരുടെ വിശ്വാസവും ബലവത്താകുന്നു. അവരും ഈ സാമ്പത്തിക ത്യാഗം കാരണം തങ്ങളുടെ ത്യാഗത്തിൽ മുന്നേറാനും അങ്ങനെ ദൈവപ്രീതി കരസ്ഥമാക്കാനും ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ചില ഉദാഹരണങ്ങൾ കേൾപ്പിക്കാം. എങ്ങനെയാണ് അള്ളാഹു അനുഗ്രഹിച്ചതെന്ന് തങ്ങളുടെ ത്യാഗങ്ങളെ സംബന്ധിച്ച് കത്തുകൾ എഴുതുന്നു. കിനാഗരിയിലെ ഒരു സംഭവമാണ്. മുബല്ലിഗ് ഇൻചാർജ് എഴുതുന്നു, തരീഖ് ജദീദ് ചന്തയെപ്പറ്റി ഞാൻ നൽകിയ കുത്തുബയിൽ നിന്ന് ചില വിശ്വാസവർദ്ധക സംഭവങ്ങൾ ജമാഅത്തിന് കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ മാതൃക നിങ്ങളും കാണിക്കേണ്ടതാണ്. അവിടെയുള്ള മൈമൂന എന്ന സ്ത്രീയുടെ ഫോൺ വന്നു. വീട് ചെലവുകൾക്ക് വീട്ടിൽ പൈസ ഉണ്ടായിരുന്നില്ല. ഭർത്താവ് ജോലി ആവശ്യാർത്ഥം പുറത്തു പോയതാണ്. ജുമാ നമസ്കാരത്തിന് ശേഷം അവരുടെ പിതാവ് അവർക്ക് 1,00,000 ഗിനി ഫ്രാങ്ക് ഉപഹാരമായി നൽകി. അവർ പറയുന്നു, ഞാൻ ഈ തുക ചന്തയിൽ നൽകണമോ വീട് ചെലവുകൾക്ക് എടുക്കണമോ എന്ന ആശങ്കയിലായി. പിന്നെ ഞാൻ ദുആ ചെയ്ത് പകുതി തുക 50,000 ഫ്രാങ്ക് തരീഖ് ജദീദ് ചന്തയിൽ നൽകി. അവർ പറയുന്നു, ഇക്കാര്യത്തിൽ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ അള്ളാഹു എനിക്ക് 3,00,000 ഫ്രാങ്ക് അത്ഭുതകരമായ നിലയിൽ നൽകുകയുണ്ടായി. എനിക്ക് ആ തുക കിട്ടുമെന്നതിനെപ്പറ്റി ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് ശരിയായി തീരുമാനമെടുക്കാൻ തൗഫീക്ക് നൽകിയതിൽ ഞാൻ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചു. അവർ പറയുന്നു, എൻ്റെ ഈമാനിൽ ഒരുപാട് വർധനവുണ്ടായി. കനഡയിലെ ഒരു മജ്ലിസിന്റെ സദർ പറയുന്നു, തരീഖ് ജദീദ് സെക്രട്ടറി ബജറ്റ് പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊടുക്കാത്തവരുടെ കുടിശ്ശ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടു. അത് അവിടെ ഒരു നിസ്സാര തുക, അതായത് $325 ഉണ്ടായിരുന്നത്. ഈ തുക ഞാൻ സ്വന്തമായി അടയ്ക്കാമെന്ന് കരുതി. എന്നാൽ ഞാൻ ബാങ്ക് അക്കൗണ്ട് നോക്കിയപ്പോൾ അതിലൊരു പൈസയും ഇല്ലായിരുന്നു. മാത്രമല്ല അക്കൗണ്ട് മൈനസിലായിരുന്നു. $3 അധികം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നു, ഞാൻ പിറ്റേന്ന് അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ അത്ഭുതത്തിന് അതിലില്ലായിരുന്നു. എൻ്റെ അക്കൗണ്ടിൽ $3,000 അധികം തുക ഉണ്ടായിരുന്നു. പറയുന്നു, ഈ തുക വളരെ കാലമായി പെൻഡിങ് ആയിരുന്നു. അത് കിട്ടാൻ ഒരു നിവൃത്തിയുമില്ലായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കുടിശ്ശിക തീർക്കാനുള്ള എൻ്റെ നെയ്യത്ത് കണ്ടപ്പോൾ അള്ളാഹു അത് അടയ്ക്കാനുള്ള സംവിധാനം ഒരുക്കി തന്നു. ഉടൻ തന്നെ വർഷങ്ങളായി പെൻഡിങ്ങിലുണ്ടായിരുന്ന തുക ലഭിക്കാൻ ഇടവന്നു. സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു സഹോദരനുണ്ട്, ഷഹീൻ സാഹിബ്. പറയുന്നു, ഞാൻ തരീഖ് ജദീദിന് ചന്ത കൊടുത്തു. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന തുക ഈ ചന്തയിൽ നൽകി. പറയുന്നു, അത് വലിയ തുക ഒന്നുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഈ തരീഖ് ജദീദ് ചന്തയുടെ അവസാന മാസമാണ്. ഇപ്പോൾ നൽകിയില്ലെങ്കിൽ പിന്നെ കൊടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നറിയില്ല എന്നതായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ആ തുക നൽകി. അന്നേ ദിവസം അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു. പറയുന്നു, പിതാവ് പറഞ്ഞു, കുറച്ച് പൈസ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അത് കിട്ടുന്നതാണ്, ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യും. ഷഹീൻ സാഹിബ് പറയുന്നു, പിതാവ് നൽകിയ തുക അള്ളാഹു തരീഖ് ജദീദിൽ നൽകിയ തുകയേക്കാളും 20 ഇരട്ടി അധികമായിരുന്നു. അങ്ങനെ അദ്ദേഹം പിതാവിൽ നിന്ന് കിട്ടിയ തുകയ്ക്കും ചന്ത നൽകി. തുടർന്ന് പറയുന്നു, എൻ്റെ വരുമാനം വർദ്ധിച്ചു. എനിക്ക് പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് നിന്ന് അള്ളാഹു എനിക്ക് തുക നൽകി. ചന്ത കൊടുത്തപ്പോൾ അന്നേ ദിവസം വൈകുന്നേരം അദ്ദേഹത്തിന് മുതലാളിയുടെ ഫോൺ വന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ദുബൈയിൽ ജോലി നൽകാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും അദ്ദേഹം അത് സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് വിദേശത്ത് നല്ലൊരു ജോലിയും തരപ്പെട്ടു. അദ്ദേഹം പറയുന്നു,
ഈ രണ്ട് കാര്യങ്ങളും യാദൃശ്ചികമല്ല, മറിച്ച് ചന്ത കൊടുത്തതുകൊണ്ട്, ത്യാഗം ചെയ്തതുകൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടായതാണെന്ന് എനിക്ക് ഉറപ്പാണ്. ആസ്ട്രേലിയയിലെ മുറബി സാഹിബ് എഴുതുന്നു, ജമാഅത്തിലെ ഒരു മെമ്പർ പറയുന്നു, അദ്ദേഹം ചന്ത കൊടുക്കാൻ വാഗ്ദാനം നൽകി, പക്ഷേ സാമ്പത്തിക സ്ഥിതി നല്ലതായിരുന്നില്ല. വാഗ്ദാനമനുസരിച്ച് ചന്ത നൽകിയപ്പോൾ അള്ളാഹു എനിക്ക് 100 ഇരട്ടി വർദ്ധിപ്പിച്ചു തരുമെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണത് എന്ന രീതിയിലും ചിന്തിക്കുന്നവരുണ്ട്. അദ്ദേഹം ഒരു ഭൂമി വാങ്ങിയിരുന്നു. അതിൻ്റെ വാല്യൂ വർദ്ധിക്കുന്നതിനുള്ള യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. എന്നാൽ ചന്ത കൊടുത്തതിന് ശേഷം പറയുന്നു, അത്ഭുതകരമായി പ്ലോട്ടിൻ്റെ ലാഭം 100% വർദ്ധിച്ചു. പറയുന്നു, അള്ളാഹു സാമ്പത്തിക ത്യാഗം സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹം നൽകിയതാണെന്ന് എനിക്ക് ദൃഢ ബോധ്യമുണ്ടാവുകയുണ്ടായി. കസാഖിസ്ഥാൻ മുബലിഗ് എഴുതുന്നു, അവിടെ പ്രാദേശിക തലത്തിൽ അലി ബേഗ് എന്ന ഒരു ആത്മാർത്ഥതയുള്ള ഒരു അഹമ്മദിയുണ്ട്. അദ്ദേഹം അവിടെയുള്ള കറൻസി 1000, 10,000 തൻകെ തരീഖ് ജദീദിലും മറ്റും അടച്ചു. പറയുന്നു, ശേഷം അദ്ദേഹം ജോലിക്ക് പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ കമ്പനിക്ക് ഇത്തവണ നല്ല ലാഭമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് നല്ല അധ്വാനത്തിന് കമ്പനി 3 പേർക്ക് ബോണസ് നൽകുന്നുണ്ട്. പറയുന്നു, അള്ളാഹു ചന്ത കാരണം 10 മടങ്ങ് എനിക്ക് തന്നു. അതേക്കുറിച്ച് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. UK ബർമിംഗ്ഹാമിൽ നിന്നുള്ള ഒരു സഹോദരൻ പറയുന്നു, ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം 2016 ബയ്യത്ത് ചെയ്തത്. ബയ്യത്തിനു മുമ്പ് സാമ്പത്തികാവസ്ഥ വളരെ മോശമായിരുന്നു. വളരെയധികം കടവുമുണ്ടായിരുന്നു. എൻ്റെ നിലവാരമനുസരിച്ച് ജമാഅത്തിൽ വന്ന് ചന്തകൾ കൊടുത്തു തുടങ്ങിയപ്പോൾ എൻ്റെ അവസ്ഥയ്ക്ക് അതീതമായും ചില സാമ്പത്തിക പദ്ധതികളിൽ ഭാഗമാക്കാൻ തുടങ്ങി. പറയുന്നു, ബയ്യത്തിൻ്റെ ആദ്യകാലത്തുണ്ടായ സംഭവമാണ്. എൻ്റെ ഭാര്യയ്ക്ക് ഒരു സ്കൂൾ പ്രോഗ്രാമിൽ ബുക്ക് സ്റ്റാൾ ഇടേണ്ടിയിരുന്നു. കുട്ടികളെ നോക്കാൻ ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് ലീവ് എടുത്തു. ഈ ലീവ് കാരണം 1000 പൗണ്ടിൻ്റെ നഷ്ടം വരേണ്ടതായിരുന്നു. അത് അന്നത്തെ സാമ്പത്തിക ചുറ്റുപാടിൽ ഒരിക്കലും ഗുണകരവുമായിരുന്നില്ല. ഞങ്ങളുടെ വലിയൊരു സംഖ്യ ഉണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ ജോലിക്ക് വേണ്ടി ലീവ് എടുത്തതാണ്, ത്യാഗം ചെയ്യേണ്ടതാണെന്നും കരുതി ലീവ് എടുത്തു. പക്ഷെ അള്ളാഹു മറ്റൊന്നാണ് കരുതി വച്ചിരുന്നത്. പറയുന്നു, എൻ്റെ ഭാര്യ തൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് എൻ്റെ ബോസിൻ്റെ ഫോൺ വന്നു. കഴിയുമെങ്കിൽ 1 മണിക്കൂറിനകം ജോലി സ്ഥലത്തെത്തുക, ഒരു അടിയന്തര ജോലി വന്നിട്ടുണ്ട്. പറയുന്നു, ഞാൻ ഉടൻ തന്നെ അവിടേക്ക് പോയി. അന്ന് 1 മണിക്കൂർ മാത്രമാണ് ജോലി ചെയ്തത്. പക്ഷെ അന്നത്തെ ദിവസത്തെ മുഴുവൻ വേതനവും, അതായത് 100 പൗണ്ട് കിട്ടി. വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു. 2 പേരും നവാഹ്മദികളായിരുന്നു. അള്ളാഹുവിന് ലഭ്യമായ ഈ സമ്മാനത്തിൽ ദിവസങ്ങളോളം ഞങ്ങൾ സന്തോഷിക്കുകയും അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആദിയാൻ വക്കീൽ മാൽ തരീഖ് ജദീദ് പറയുന്നു, ഇന്ത്യയിലെ കേരള സംസ്ഥാനത്തിലെ കരളായി ജമാഅത്തിൽ ഒരു സുഹൃത്തുണ്ട്. നല്ല സാമ്പത്തിക നിലവാരമുള്ള വ്യക്തിയാണ്, നല്ല കച്ചവടക്കാരനുമാണ്. തരീഖ് ജദീദിന്റെ കാര്യത്തിൽ അസാധാരണമായ വിധം ആവേശമുള്ള ആളാണ്. എല്ലാ വർഷവും വലിയൊരു തുക നൽകുകയും ചെയ്യുന്നു. പറയുന്നു, ഈ വർഷം കൊറോണ കാരണം സാമ്പത്തിക സാഹചര്യം വലിയ സംഖ്യ നൽകാൻ പറ്റുന്നതായിരുന്നില്ല. ഹിസ്സ അഹമ്മദ് തുടങ്ങിയ മറ്റ് ചന്തകളെല്ലാം കൊടുത്തു. എന്നാൽ തരീഖ് ഇത് കൊടുക്കാൻ മിച്ചമുണ്ടായില്ല. പറയുന്നു, എപ്പോഴും അള്ളാഹുവാണ് ചന്ത കൊടുക്കാൻ തൗഫീക്ക് നൽകുന്നത്. പ്രത്യക്ഷത്തിലൊരു മാർഗവും കാണുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അള്ളാഹു സാഹചര്യം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തവക്കലുണ്ടായിരുന്നു. പറയുന്നു, സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് കേവലം 2 ദിവസം മുമ്പ് 10 ലക്ഷം രൂപയുടെ വലിയൊരു തുക അദ്ദേഹം തരീഖ് ജദീദിൽ നൽകുകയുണ്ടായി. ജുമാ ദിവസം മുറബി സാഹിബ് ഖുത്ബയ്ക്കിടയിൽ തരീഖ് ജദീദിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ ഖുത്ബയിൽ നിന്നുള്ള ചില സംഭവങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം വളരെ പ്രഭാവിതനായി. തുടർന്ന് 10 ലക്ഷത്തിന് പകരം ഏകദേശം 18 ലക്ഷം രൂപ ചന്ത നൽകി. തുടർന്ന് ഒരു സർക്കാരി പ്രൊജക്റ്റ് കിട്ടുമെന്ന്
അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു. പറയുന്നു, എനിക്ക് അത് കിട്ടുകയാണെങ്കിൽ തരീഖ് ജദീദിൽ ഇനിയും വലിയ തുക കൂടി നൽകുന്നതാണ്. ഏതായാലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദികളുടെ ധനാഢ്യരിലും ത്യാഗസന്നദ്ധരായ ഒരു വിഭാഗമുണ്ട്. അവർക്ക് ധനം വന്നു ചേരുമ്പോൾ ഒളിപ്പിച്ചു വെക്കുന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ശ്രമിക്കുന്നു. ബുർക്കിനോഫാസോയിലെ മുബല്ലിഗ് ഹബീബ് സാഹിബ് എഴുതുന്നു, സാരെ സയ്യിദു സാഹിബ് എന്നൊരു അഹമ്മദിയുണ്ട്. 1700 ഫ്രാങ്ക് സീഫ അദ്ദേഹത്തിന് കുടിശ്ശിക ഉണ്ടായിരുന്നു. വർഷം തീരാൻ കേവലം 3 ആഴ്ചയെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഏതായിരുന്നാലും അദ്ദേഹം നല്ലപോലെ ശ്രമിച്ചുകൊണ്ട് 1000 സീഫ അടച്ചു. അത് കുടിശ്ശിയേക്കാൾ അല്പം കൂടുതലായിരുന്നു. പറയുന്നു, ഞാൻ ചന്ത കൊടുത്ത് 1 മണിക്കൂർ പോലും ആകുന്നതിന് മുമ്പേ ഒരു പരിചയക്കാരൻ എനിക്ക് 10,000 ഫ്രാങ്ക് അയച്ചു തന്നു. പിന്നെ 1 മണിക്കൂറിന് ശേഷം വീണ്ടും 10,000 ഫ്രാങ്ക് അയച്ചു തന്നു. എന്നിട്ട് ഫോൺ ചെയ്തു പറഞ്ഞു, മൊത്തം 20,000 ഫ്രാങ്ക് ഞാൻ നിങ്ങൾക്ക് ഉപഹാരമായി അയച്ചിട്ടുണ്ട്. സെയ്ദു സാഹിബ് പറയുന്നു, ഈ സുഹൃത്ത് ഇന്നേ വരെ എനിക്ക് പൈസ അയച്ചിട്ടേയില്ല. ഇതാദ്യമായിട്ടാണ് അയക്കുന്നത്. പറയുന്നു, ഞാൻ 2,000 ഫ്രാങ്ക് കുടിശ്ശിക തീർത്തപ്പോൾ അള്ളാഹു അത് വർദ്ധിപ്പിച്ച് 20,000 ഫ്രാങ്ക് സീഫ 2 മണിക്കൂറിനകം തന്നെ എനിക്ക് തന്നു. ഇങ്ങനെ ജനങ്ങളുടെ വിശ്വാസത്തിലും വർധനവുണ്ടാകുന്നു. സെറാലിയോണിലെ ഒരു പ്രവിശ്യയായ ലൊങ്കയിലെ മൊല്ലിം അബ്ദുള്ള സാഹിബ് എഴുതുന്നു, പാജിങ്കായിൽ സാഹിബ് പ്രായമുള്ള ഒരു അഹമ്മദിയാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് തരീഖ് ജദീദ് വാഗ്ദാനം 25,000 ലിയോൺ ആയിരുന്നു. ഈ വർഷം അദ്ദേഹം 50,000 ലിയോൺ എഴുതിക്കുകയുണ്ടായി. അദ്ദേഹം സാമ്പത്തികമായി പ്രയാസത്തിലുമായിരുന്നു. തരീഖ് ജദീദ് ചന്ത അടയ്ക്കുന്നത് സംബന്ധിച്ച് വിളംബരപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ലോക്കൽ മിഷണറിയോട് ചോദിച്ചു, തന്റെ വാഗ്ദാനം എത്രയാണെന്ന്. അദ്ദേഹം പറഞ്ഞു, 50,000 ലിയോൺ. അദ്ദേഹം ഇത് എങ്ങനെയാണ് എഴുതിച്ചതെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ ആശ്ചര്യമുണ്ടായിരുന്നു. എനിക്ക് സ്വയം അത് കൊടുത്തുവിട്ടാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അത് അദ്ദേഹം തന്നെ എഴുതിച്ചതാണെന്ന് പറയപ്പെടുകയുണ്ടായി. ഏതായാലും അദ്ദേഹം നിശബ്ദനായി. അടുത്ത ആഴ്ച അൻസാർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് പറഞ്ഞു, എൻ്റെ പക്കൽ 60,000 ലിയോൺ ഉണ്ടായിരുന്നു. 20,000 വീട്ടിൽ വെച്ചിട്ടുണ്ട്. 40,000 ലിയോൺ തരീഖ് ജദീദ് ചന്തയിൽ കൊടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എനിക്ക് തിരിച്ചു പോകാനുള്ള പൈസ പോലുമില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ത്യാഗം ചെയ്തതിന് അള്ളാഹു താങ്കൾക്ക് സംവിധാനം ഒരുക്കുന്നതാണ്. അദ്ദേഹം വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു. വഴിയിൽ ഒരു പഴയകാല സുഹൃത്തിനെ കണ്ടു. അദ്ദേഹം സംസാരിച്ചു കൊണ്ട് നിന്നു. അങ്ങനെ ആ സുഹൃത്ത് തിരിച്ചു പോകുമ്പോൾ ആ വയോധികന് 30,000 ലിയോൺ ഉപഹാരമായി നൽകി. അദ്ദേഹം പറയുന്നു, പിന്നെ പരിചയമുള്ളൊരു സ്ത്രീയുടെ ആരോഗ്യാവസ്ഥകളെ സംബന്ധിച്ച് അറിയുവാൻ അവരുടെ വീട്ടിൽ പോയി. അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർ 10,000 ലിയോൺ തന്നിട്ട് പറഞ്ഞു, യാത്രക്കൂലിയായി ഇത് ഉപയോഗിക്കുക. പറയുന്നു, അങ്ങനെ അള്ളാഹു ചന്തയിൽ കൊടുത്ത തുക തിരിച്ചു തന്നു. അങ്ങനെ അദ്ദേഹത്തിന് അതിൽ നിന്ന് തന്റെ 10,000 വാഗ്ദാനവും പൂർത്തിയായി. പറയുന്നു, ഇവിടം കൊണ്ട് തീർന്നില്ല. അതിനുശേഷം മറ്റൊരു അനുഗ്രഹവും ഉണ്ടായി. ഒരടുത്ത ബന്ധു വിദേശത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഫോൺ വന്നു. പറയുന്നു, കുറെ നാളുകളായി താങ്കളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു, കഴിയുന്നില്ല. ഞാൻ താങ്കൾക്ക് 4 ലക്ഷം ലിയോൺ ഉപഹാരമായി അയക്കുന്നു. കേവലം തത്തുല്യമായ തുക മാത്രമല്ല, മറിച്ച് 10 മടങ്ങ് വർദ്ധിപ്പിച്ച് അല്ലാഹു നൽകുകയുണ്ടായി. പറയുന്നു, ഇങ്ങനെ എനിക്ക് ധനത്യാഗത്തിനുള്ള തൗഫീക്ക് ലഭിക്കുകയും എൻ്റെ വിശ്വാസവർദ്ധവിന് കാരണമായി തീരുകയും ചെയ്തു. ഗിനി കനാകിരിയിലെ റീജനായ ബൊക്കയിലെ ഒരു ഗ്രാമത്തിലെ മിഷണറി പറയുന്നു, തരീഖ് ചന്ത പിരിക്കുന്നത് സംബന്ധിച്ച് തരീഖ് ജദീദ് വാരം സംഘടിപ്പിച്ചിരുന്നു. ജുമാ ഖുത്ബയിൽ ശ്രദ്ധ ക്ഷണിക്കുകയും വ്യക്തിഗതമായി വീടുകൾ സന്ദർശിക്കുകയും ചെയ്തു. അവിടെ ആത്മാർത്ഥനായ ഒരു അഹമ്മദിയുണ്ട്, ജിബ്രായിൽ സാഹിബ്. ആശാരിപ്പണിയാണ് അദ്ദേഹത്തിന്റെ ജോലി. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ചന്ത കൊടുക്കാൻ ശ്രദ്ധ ക്ഷണിച്ചു. അദ്ദേഹം പറയുന്നു,
ഇന്നത്തെ ചെലവിന് 20,000 ഫ്രാങ്ക് വെച്ചിട്ടുണ്ട്. അതെല്ലാം ചന്തയിൽ നൽകുകയാണ്. ഇതല്ലാതെ ഇനി ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. അള്ളാഹു ഈ ത്യാഗം സ്വീകരിക്കാൻ ദുആ ചെയ്യുകയാണ്. ജിബ്രീൽ സാഹിബ് പറയുന്നു, കഴിഞ്ഞ 3 മാസമായി വിൽപ്പനയ്ക്ക് വേണ്ടി ഒരു മരക്കട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ വാങ്ങാൻ ആരും വരുന്നുണ്ടായിരുന്നില്ല. ചന്ത കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ കട്ടിൽ വാങ്ങാൻ വന്നു. ഉടൻ തന്നെ ജിബ്രീൽ സാഹിബ് മിഷണറിയെ ഫോൺ ചെയ്തു പറഞ്ഞു, അള്ളാഹു ഞങ്ങളുടെ ത്യാഗം സ്വീകരിച്ചു, മാത്രമല്ല പല മടങ്ങ് വർദ്ധിപ്പിച്ചു തിരിച്ചു തന്നിരിക്കുന്നു. സുഹൃത്തുക്കളുടെ വിശ്വാസവർദ്ധനു വേണ്ടി അത് അദ്ദേഹം സുഹൃത്തുക്കൾക്ക് കേൾപ്പിക്കുകയുമുണ്ടായി. സെറാലിയോണിൽ ഫ്രീ ടൗണിലെ മുബല്ലിഗ് മുനീർ ഹുസൈൻ സാഹിബ് പറയുന്നു, സൂഫി സൂങ് എന്ന പേരിൽ ഒരു ഖാദിം സഹോദരനുണ്ട്. പഠിക്കുകയാണ്, വിദ്യാർത്ഥിയാണ്. പഠനാവശ്യത്തിനു വേണ്ടി മസ്ജിദിലാണ് താമസിക്കുന്നത്. അദ്ദേഹം എൻ്റെ ജുമാ ഖുത്ബ കേട്ടു. റെക്കോർഡിംഗ് കേട്ടതായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം താരീഖ് ചെയ്ത് ഖുത്ബ കേട്ടിരിക്കും. അതിൽ ഞാൻ സാമ്പത്തിക ത്യാഗം ചെയ്യുന്നവരുടെ കാര്യങ്ങൾ വിവരിച്ചിരുന്നു. പറയുന്നു, ഞാൻ ശ്രദ്ധാപൂർവം ഖുത്ബ കേട്ടു. എനിക്ക് ധനത്യാഗത്തിന് കഴിഞ്ഞെങ്കിൽ എന്ന ആവേശവും താല്പര്യവും എനിക്കുണ്ടായി. പക്ഷെ എൻ്റെ മുന്നിലുള്ള ബുദ്ധിമുട്ട്, ഞാൻ വിദ്യാർത്ഥിയാണ്, ജോലിയൊന്നും ചെയ്യുന്നില്ല. പഠന ചെലവ് തന്നെ പ്രയാസപ്പെട്ടാണ് പൂർത്തിയാകുന്നത്. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ വളരെ അസ്വസ്ഥമായിരുന്നു. ഞാൻ താരീഖ് ജദീദ് സെക്രട്ടറിക്ക് 5 ലക്ഷം ലിയോൺ എൻ്റെ വാഗ്ദാനം എഴുതി. അത് എനിക്ക് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. അതിനുശേഷം അത് കൊടുത്തുവിട്ടാൻ കുറച്ച് പ്രയാസപ്പെടുകയും ചെയ്തു. രാപ്പകൽ ഞാൻ ദുആയിൽ ചെയ്യാൻ തുടങ്ങി. അള്ളാഹു എൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കാൻ ഏതെങ്കിലും വഴി ഉണ്ടാക്കണമേ. കുറച്ച് ദിവസത്തിന് ശേഷം എൻ്റെ ഒരു ബന്ധു തൻ്റെ മകനെയും കൊണ്ട് അവനെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നു. ഞാൻ സ്കൂൾ പ്രിൻസിപ്പലിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അഡ്മിഷനും കൊടുത്തു. കുട്ടിയുടെ പേര് എനിക്ക് 1 ലക്ഷം ലിയോൺ തന്നിട്ട് പറഞ്ഞു, ഇതിരിക്കട്ടെ, നിനക്ക് ഭക്ഷണമുണ്ടാക്കാനും മറ്റും ഉപകാരപ്പെടും. ആ ദിവസം ഭക്ഷണത്തിന് എൻ്റെ പക്കൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ആ തുക മുഴുവൻ താരീഖ് ജദീദ് ചന്തയിൽ കൊടുത്തു. അങ്ങനെ വാഗ്ദാനത്തെക്കുറിച്ച് പൂർത്തിയാക്കി. പറയുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരപരിചിത നാസറിൽ നിന്ന് എനിക്ക് ഫോൺ വന്നു. ഒരു ജോലി ആവശ്യാർത്ഥം അദ്ദേഹം നല്ല പ്രതിഫലം നൽകുന്നതുമാണ്. തയ്യാറാണോ? ഞാൻ ഉടൻ തന്നെ സമ്മതിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിൻ്റെ പ്രതിഫലമായി എനിക്ക് 1 മില്യൺ ലിയോൺ കിട്ടി. അതുകൊണ്ട് ഞാൻ എൻ്റെ താരീഖ് ജദീദ് വാഗ്ദാനം ഉടൻ തന്നെ പൂർണ്ണമായും അടയ്ക്കുകയുണ്ടായി. ഗീബോണിലെ മുബല്ലിഗ് ഇൻചാർജ് എഴുതുന്നു, ഈസാ ദീൻദാ സാഹിബ് എന്ന ഒരു നവ അഹമ്മദിയുണ്ട്. അദ്ദേഹം പറയുന്നു, ബയ്യത്തിന് കൃത്യമായി ചന്ത കൊടുത്തതിന് മുമ്പ് എൻ്റെ അവസ്ഥയിലെപ്പോൾ 2-3 ആഴ്ചകൾ ജോലിയില്ലാതെ കഴിഞ്ഞു പോകുമായിരുന്നു. എന്നാൽ കൃത്യമായി ചന്ത കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഏറെക്കുറെ എല്ലാ ദിവസവും ജോലി കിട്ടുന്നുണ്ട്. ഇദ്ദേഹം വളരെ ദൂരത്ത് നിന്ന് വന്ന് കൃത്യമായി ചന്ത കൊടുക്കുന്നു. ചന്ത കൊടുക്കുന്ന അത്രയും ടാക്സിയിലും കൊടുക്കേണ്ടി വരുന്നു. ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ചന്ത കൊടുക്കുന്നതിനുള്ള ഏർപ്പാട് ചെയ്തിരിക്കുന്നു. ജോർഡാനിലുള്ള ഫജർ സാഹിബ് പറയുന്നു, അഹമ്മദിയത്തിൽ ചേർന്നിട്ട് 22 വർഷമായി. ഞാൻ അഹമ്മദിയായത് മുതൽ ചന്ത കൊടുക്കാൻ നിയ്യത്ത് ചെയ്തപ്പോഴെല്ലാം അള്ളാഹു അദൃശ്യത്തിൽ നിന്ന് സഹായം ചെയ്യുകയും പൈസയുടെ സംവിധാനം ഒരുക്കുകയും ചെയ്തതായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എത്രയാണോ ചന്ത കൊടുക്കാൻ നിയ്യത്ത് ചെയ്തത് അത്രയും സംഖ്യ തന്നെ വന്നിട്ടുണ്ട്. ഇത് ജമാഅത്തിന്റെ അനുഗ്രഹമാകുന്നു. പറയുന്നു, ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ ജോലി കിട്ടുമ്പോൾ ചെയ്യാറുമുണ്ട്. ചന്ത കൊടുക്കാൻ ഭർത്താവിൽ നിന്ന് പൈസ വാങ്ങുന്ന ശീലമില്ല. കാരണം അദ്ദേഹം അധികം ബുദ്ധിമുട്ടിലായിരിക്കും.
ഞാൻ എൻ്റെ സ്വന്തം വരുമാനത്തിൽ നിന്നാണ് ചന്ത കൊടുക്കുന്നത്. ഈ വർഷം ഞാൻ ചന്ത കൊടുത്തു എന്നാണ് കരുതിയത്. പക്ഷേ വാസ്തവത്തിൽ ഞാൻ മറന്നതായിരുന്നു. ഓർമ്മപ്പെടുത്തിയപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ദീനാർ പോലും ഇല്ലായിരുന്നു. എങ്ങനെ ചന്ത കൊടുക്കും, അതായിരുന്നു എൻ്റെ ചിന്ത. എന്നാൽ ഒരു വിദ്യാർത്ഥിനി വന്ന് തനിക്ക് ട്യൂഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ട്യൂഷൻ ഫീസുകൾക്ക് ചന്തയും പൂർത്തിയാകും, കുറച്ച് ബാക്കി വരികയും ചെയ്യും. ബുർക്കിന ഫാസയിലെ കോപ്പ് ഗല ജമാഅത്തിലെ സദർ സാഹിബ് പറയുന്നു, എൻ്റെ അടുത്ത് കുറച്ചു ദിവസം അഹമ്മദി സുഹൃത്തുക്കൾ വന്നു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൃഷിയെപ്പറ്റി അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾ ജമാഅത്തിൻ്റെ സ്കൂൾ പണിയുന്നതിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയുണ്ടായി. അതുകൊണ്ട് നിങ്ങളുടെ കൃഷി ശ്രദ്ധിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. എന്നിട്ട് നിങ്ങൾ കൃഷിയിടങ്ങളേക്കാൾ കൂടുതൽ നന്നായി നിങ്ങളുടെ കൃഷികൾ ഉണ്ടായി. അപ്പോൾ സദർ സാഹിബ് അവരോട് പറഞ്ഞു, ഞാൻ വക്കാര അമൽ അള്ളാഹുവിനു വേണ്ടി ജമാഅത്തിനു വേണ്ടിയാണ് ചെയ്തത്. ഞങ്ങൾ സ്കൂളിന് കൊടുത്ത സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തിരുന്നു, അള്ളാഹുവേ, നീ തന്നെ ഞങ്ങളുടെ വിളകളെ സംരക്ഷിക്കണമേ, കാരണം ഞങ്ങൾ അതിൽ വരവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു ഞങ്ങളുടെ ദുആ സ്വീകരിച്ചു. ഞങ്ങളുടെ വിളക്കുകൾ നന്നായി ഉണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ അതനുസരിച്ച് ചന്തയും കൊടുക്കുന്നു. കുട്ടികളും എങ്ങനെയാണ് ധനത്യാഗ ബോധമുള്ളവരെന്ന് നോക്കുക. ഇവരെല്ലാം ദരിദ്രരാജ്യത്തിലെ ആളുകളാകുന്നു. ഈ കുട്ടികൾക്കുള്ള ബോധ്യം ചിലപ്പോൾ വിദ്യാസമ്പന്നരായ വലിയ ആളുകൾക്ക് പോലുമില്ല. അത് സംബന്ധമായി ഒരു സംഭവമുണ്ട്. സക്ബാരേലിയിലെ മുബല്ലി ഹുസൈൻ യൂസുഫ് പറയുന്നു, കുട്ടികൾ മസ്ജിദിന് പുറത്ത് കളിക്കുകയായിരുന്നു. അതിലൂടെ പോയ ഒരു വയോധികൻ കുട്ടികളെ കണ്ട് സന്തോഷത്താൽ മിഠായി വാങ്ങുന്നതിന് 1400 ഷില്ലിംഗ് കൊടുത്തു. കുട്ടികൾ പൈസയുമായി അഹമ്മദി പീഡിയക്കാരൻ്റെ അടുക്കൽ പോയി അത് ചില്ലറയാക്കി. അതായത് ചാലഞ്ച് ചെയ്ത് കുട്ടികൾ ചില്ലറയാക്കി. തങ്ങളുടെ പൈസയ്ക്ക് കോഴി വാങ്ങുന്നതിന് പകരം തങ്ങളുടെ ഭാഗത്ത് 100 വീതം ഷില്ലിംഗ് ചന്ത കൊടുത്തു. വളരെ സന്തോഷത്തോടെ തങ്ങളുടെ രസീതുകൾ വാങ്ങി. അഹമ്മദി കടക്കാരന് കുട്ടികൾ ചന്ത കൊടുക്കാനാണ് ചില്ലറ മാറ്റിയത് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം അടക്കാൻ കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് ഈ കുട്ടികൾ അഹമ്മദിയ മതത്തിന്റെ ശക്തിയുള്ള അടിത്തറയാണ് ഇടുന്നത്. ഇനി കുട്ടികളുടെ ത്യാഗത്തിന്റെ അത്ഭുതാവഹമായ ഒരു കാഴ്ച കൂടിയുണ്ട്. ഇത് തൻസാനിയയിലേതാണ്. സമൂഹയിലെ മുബല്ലി എഴുതുന്നു, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജമാഅത്തിലെ 3 കുട്ടികളുണ്ട്. ഇവർ തുടർച്ചയായി മസ്ജിദിലെ താലീം തർബീയത്ത് ക്ലാസ്സുകളിൽ പങ്കെടുക്കാറുമുണ്ട്. 3 കുട്ടികളുടെയും സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. സ്ഥിരമായ വരുമാനമൊന്നും ഇല്ല. കഴിഞ്ഞ മാസം മുതൽ ഇവർ തരീഖ് ജദീദ് ചന്ത കൊടുക്കുന്ന കാര്യത്തിൽ മത്സരിക്കുകയാണ്. ഓരോരുത്തരും വെവ്വേറെ ചന്ത കൊണ്ട് വന്നിരുന്നു. തൻ്റെ കയ്യിലുള്ള മുഴുവൻ ആളുകളും ചന്ത കൊടുത്തിരുന്നു. അങ്ങനെ അവരിൽ ഓരോരുത്തരും 400-600 ഷില്ലിംഗ്, അതായത് കയ്യിലുള്ളത് കൊടുക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം ഞാൻ ചോദിച്ചു, നിങ്ങൾ തരീഖ് ചന്തയിൽ ഈ പൈസ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഒരാൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ കാട്ടിൽ വിറക് എടുക്കാൻ സഹായത്തിന് പോകും. അതിൽ നിന്ന് പോക്കറ്റ് മണിയായി കിട്ടുന്ന തരീഖ് ചന്തയിൽ കൊടുക്കാൻ വയ്ക്കുന്നു. ഞാൻ ചന്തകൾ കൊടുക്കാൻ തുടങ്ങിയതു മുതൽ ഉടൻ തന്നെ എനിക്ക് വിപുലമായ കച്ചവടം ചെയ്യാൻ ആളെ കിട്ടുന്നുണ്ട്. ഒരിക്കലും നഷ്ടമുണ്ടായിട്ടില്ല. 2ാമത്തെ കുട്ടി പറഞ്ഞു, അവനും തൻ്റെ പോക്കറ്റ് മണിയിൽ നിന്നാണ് ചന്തയ്ക്ക് വേണ്ടി പൈസ മാറ്റിവെക്കുന്നത്. 3ാമത്തെ കുട്ടി പറഞ്ഞു, അവൻ്റെ വീട്ടിനടുത്തുള്ള മരങ്ങളിൽ ഫലങ്ങളും മറ്റും ഉണ്ടാകാറുണ്ട്. ഫലങ്ങളിൽ വളരെയധികം ബാക്കി ഉണ്ടാവാറുമുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് ചന്ത കൊടുക്കുന്നു.
ഈ 3 കുട്ടികളും ചന്തയുടെ അനുഗ്രഹങ്ങളിൽ വിവരിക്കുന്നു. ചന്ത കൊടുക്കുന്നതുകൊണ്ട് അവരുടെ ജീവിതം സമാധാനത്തിലാണ്. അള്ളാഹു ഈ കുട്ടികളുടെ മാർഗം ആത്മാർത്ഥമായും വർദ്ധിപ്പിക്കുമാറാകട്ടെ. അതിൽ നിന്ന് നമ്മുടെ കുട്ടികളും ആനന്ദം നുകരുന്നു. ബേൽസ് മുബല്ലിഗ് ഇൻചാർജ് എഴുതുന്നു, തികച്ചും മറ്റൊരു സ്ഥലത്ത് മറ്റൊരു കോണിലുള്ള കുട്ടിയുടെ ഉദാഹരണമുണ്ട്. ഒന്ന് ഒരറ്റത്ത്, മറ്റേത് മറ്റേ അറ്റത്ത്. എന്നിട്ടും എത്രമാത്രം താതാത്മ്യമാണുള്ളതെന്ന് നോക്കുക. ബേൽസിൽ 14 വയസ്സുള്ള ഒരു കുട്ടി മസ്ജിദ് നിർമ്മാണത്തിൽ തന്റെ വരുമാനത്തിന്റെ മുഴുവൻ തുകയും മസ്ജിദ് ഉണ്ടാക്കാൻ കൊടുത്തു. അവൻ തരീഖ് ജദീദിലും ത്യാഗത്തിന്റെ വലിയൊരു മാതൃക സ്ഥാപിച്ചുകൊണ്ട് നൽകുകയുണ്ടായി. ഈ കുട്ടി വളരെ ദരിദ്രനായിരുന്നു. വളരെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ടവരുമായിരുന്നു. വളരെ പ്രയാസപ്പെട്ടാണ് അവന്റെ പിതാവ് വീട് ചെലവുകൾ നടത്തുന്നത്. പറയുന്നു, മുറബി സാഹിബ് തരീഖ് ജദീദിന്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞപ്പോൾ ഈ കുട്ടി $1 കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ കുടുംബത്തിൻ്റെ ഇതാണ്. മുറബി സാഹിബ് വളരെ സന്തോഷിച്ചു. കാരണം സാമ്പത്തികമായി അവർ ആ ത്യാഗം ചെയ്തത് തന്നെ വലിയൊരു കാര്യമായിരുന്നു. എന്നാൽ ദാനിയേൽ പറഞ്ഞു, എൻ്റെ പേര് എഴുതേണ്ട, ഇത് ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി തന്നതാണ്. ഞാൻ എൻ്റെ പങ്ക് പിന്നീട് തരുന്നതാണ്. അങ്ങനെ അടുത്ത ദിവസം ആ കുട്ടി $100 കൂടി കൊടുത്തുകൊണ്ട് പറഞ്ഞു, അള്ളാഹു തൻ്റെ വീടുകൾക്ക് മേലും തീർച്ചയായും അനുഗ്രഹം ചൊരിയും എന്ന് എനിക്ക് ഉറപ്പാണ്. അതായത് തൻ്റെ വകയായും നൽകുകയുണ്ടായി. അള്ളാഹു എങ്ങനെയാണ് പുതുതായി വരുന്നവരുടെ ഹൃദയത്തിൽ ത്യാഗത്തിനുള്ള ആവേശമുണ്ടാക്കുന്നത്, എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് സംബന്ധിച്ചുള്ള മൊറാക്കിഷിലുള്ള ഒരു സഹോദരൻ നൂർദീൻ സാഹിബ് പറയുന്നു, 2017 ബയ്യത്തിന് ശേഷം സാമ്പത്തിക കാര്യത്തിൽ ഭാഗവാക്കാകാൻ തുടങ്ങി. ആ സമയത്ത് എൻ്റെ വരുമാനം വളരെ തുച്ഛമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ജമാഅത്തി വെബ്സൈറ്റിൽ എൻ്റെ ഖുതുബ കേട്ടു. പറയുന്നു, ഞാനതിൽ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹാബികളുടെയും മറ്റു അഹമ്മദികളുടെയും ത്യാഗത്തെപ്പറ്റി പറഞ്ഞിരുന്നു. അതിനേതാനും ദിവസങ്ങൾക്ക് ശേഷം പറയുന്നു, എൻ്റെ ഹൃദയത്തിൽ ഒരാവേശമുണ്ടായി. മൊറീക്കിഷ് സദർ ജമാഅത്തിനോട് ഞാൻ പറഞ്ഞു, ഞാൻ വസിയത്തിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ചില നിബന്ധനകളും കടമകളും പറഞ്ഞു തന്നു. അതോടെ എൻ്റെ ആവേശം വീണ്ടും വർദ്ധിച്ചു. വസിയത്ത് ചെയ്തു. പിന്നെ ഏതാനും മാസം കൊണ്ട് എൻ്റെ അവസ്ഥകൾ നന്നായി തുടങ്ങി. എനിക്ക് ഒരു കമ്പനിയിൽ നല്ല വരുമാനമുള്ള ജോലി കിട്ടി. ഇപ്പോൾ ഈ കമ്പനിയിൽ മറ്റൊരു പട്ടണത്തിൽ മാനേജറായി ജോലി ചെയ്യുന്നു. എൻ്റെ ശമ്പളം 3 മാസം കൊണ്ട് 3 ഇരട്ടിയായി. കമ്പനിക്ക് എൻ്റെ മേൽ എത്രമാത്രം വിശ്വാസമുണ്ടെന്നാൽ ഞാൻ മൊറോക്കഷിലെ തലസ്ഥാനത്ത് നിന്ന് മറ്റ് സ്ഥലത്തേക്ക് പോകുമ്പോൾ മാനേജർ സാഹിബ് എന്നോട് പറഞ്ഞു, നിങ്ങളെപ്പോലെ ജോലി ചെയ്യുന്ന മറ്റ് അഹമ്മദികൾ ജോലി വേണ്ടവരുണ്ടെങ്കിൽ അറിയിക്കണം. പറയുന്നു, ഇത് കേട്ടപ്പോൾ ഞാൻ വളരെ വികാരഭരിതനായി. എൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ഞാൻ എൻ്റെ പട്ടണത്തിലെ ഒരു അഹമ്മദി സുഹൃത്തിനോട് പറയുകയും അദ്ദേഹത്തിന് ജോലി കിട്ടുകയും ചെയ്തു. അദ്ദേഹത്തെയും ഇപ്പോൾ മാനേജറാക്കിയിട്ടുണ്ട്. പറയുന്നു, ചന്ത കൊടുക്കുന്നത് കൊണ്ട് കുടുംബത്തിന് എൻ്റെ മേൽ പ്രഷറുണ്ട്. ചില കുടുംബക്കാരും പരിഹസിക്കാറുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ചന്ത കൊടുത്തത് കൊണ്ടൊരിക്കലും സാമ്പത്തിക പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. ആശ്രയിലെ മുറബി സാഹിബ് എഴുതുന്നു, പർത്തിലുള്ള ഒരു ഖാദിം ഈ വർഷത്തെ തരീഖ് ജദീദ് ചന്ത കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ചന്ത കൊടുക്കാൻ ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ പറഞ്ഞു, കോവിഡ് കാരണം ജോലിയൊന്നുമില്ല, സാമ്പത്തിക പ്രയാസത്തിലുമാണ്. കുറച്ചു ദിവസം കഴിഞ്ഞ് കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ചന്ത പൂർത്തിയാക്കാൻ വീട്ടിലെ ചില സാധനങ്ങൾ വിൽക്കുകയുണ്ടായി. ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഏതാനും ദിവസം കൊണ്ട് എനിക്ക് ജോലി സംബന്ധമായി പുതിയ 4 കോൺട്രാക്റ്റുകൾ കിട്ടി. അതോടൊപ്പം പുതിയൊരു ജോലിയും കിട്ടി. ഇതെല്ലാം എക്സ്പെൻസീസ് പെയ്ഡ് ജോബായിരുന്നു.
അതിന്റെ വരുമാനം നേരത്തേതിലും വളരെ കൂടുതലാണ്. പിന്നെ ഞാൻ കണ്ടത് എൻ്റെ വീട്ടിലെ ഏതൊരു സാധനം വിറ്റിട്ടാണോ ഞാൻ ചന്ത കൊടുത്തത്, അള്ളാഹിന്റെ അനുഗ്രഹത്താൽ അവനത് ഉടൻ തന്നെ എനിക്ക് മടക്കി തരികയുണ്ടായി. ഓസ്ട്രേലിയ സൗത്തിലെ മറ്റൊരു ടൗണിലുള്ള തരീഖ് സെക്രട്ടറി പറയുന്നു, ഒരു ആത്മാർത്ഥനായ അഹമ്മദിയുടെ തരീഖ് ചന്ത കുടിശ്ശികയുണ്ടായിരുന്നു. അതേക്കുറിച്ച് ഉണർത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വീട് വിൽക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. വീട് വിറ്റ ഉടൻ തന്നെ ചന്ത കൊടുക്കുകയും ചെയ്യുന്നതാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ വന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട് അവിചാരിതമായി നല്ല നിലയിൽ വിറ്റുപോയിരിക്കുന്നു. അത് ചന്ത കൊടുക്കാമെന്ന വാഗ്ദാനം കാരണമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ വാഗ്ദാനത്തെക്കാളും 6 ഇരട്ടി തരീഖ് ജദീദ് ചന്ത കൊടുക്കുകയുണ്ടായി. അള്ളാഹു ഭൗതിക ലാഭങ്ങൾ കൊണ്ടും അനുഗ്രഹിക്കാറുണ്ട്. അത് മുഖേനയും ഒരു തരീഖ് ജദീദ് ഇക്കാര്യത്തിലേക്ക്, അതായത് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടതാണ്. ഇതൊന്നും തന്റെ സാമർഥ്യം കൊണ്ടല്ലെന്നും മറിച്ച് ത്യാഗത്തിന്റെ പരിണിതിയാണെന്നും ഓരോരുത്തരും അറിയുന്നു. ഇതാണ് അഹമ്മദികളുടെ ചിന്ത. മറ്റാർക്കും ഈ ചിന്ത ഉണ്ടാകുന്നില്ല. അർജന്റീനയിലെ മുബല്ലിഗ് എഴുതുന്നു, ഞാൻ സാമ്പത്തിക ത്യാഗത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ഒരു ലേഖനം എഴുതി. അതിനെന്റെ ഖുത്ബയിൽ നിന്നുള്ള ഒരു വാചകവും എഴുതിയിരുന്നു. നവ അഹമ്മദികളോട് പറയുക, സാമ്പത്തിക ത്യാഗം ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. അവരോട് പറയുക, നിങ്ങളുടെ പക്കൽ അഹമ്മദിയ ജമാഅത്തിന് സന്ദേശം എത്തിക്കുന്നത് തരീഖ് സാമ്പത്തിക ത്യാഗം ചെയ്തവർ കാരണമാണ്. അതുകൊണ്ട് അതിൽ ഭാഗവാക്കാകുക. അങ്ങനെ തങ്ങളുടെ ജീവിതത്തെ മുമ്പത്തേക്കാളും സമ്പന്നമാക്കുക. ഈ ദാരിദ്ര്യത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാതിരിക്കുന്നതും ആയി മാറേണ്ടതാണ്. ഈ ഉദ്ധരണി എന്റെ ഖുത്ബയിൽ നിന്നെടുത്തവർ പ്രസിദ്ധീകരിച്ചിരുന്നു. പറയുന്നു, ഈ പ്രബന്ധം ജമാഅത്ത് അംഗങ്ങൾക്ക് അയച്ചു കൊടുത്തു. ഖാദിമായ അനസ് ഇസ്കീൽ സാഹിബ് പറയുന്നു, ഞാനുമായി കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, തരീഖ് ജദീദിൽ ചന്ത കൊടുക്കാൻ പള്ളിയിൽ വരാൻ ആഗ്രഹിക്കുന്നു. കഠിനമായ ചൂടായിരുന്നെങ്കിലും സ്കൂൾ വിട്ട ഉടനെ പബ്ലിക് ബസ്സിൽ 1 മണിക്കൂറിലധികം യാത്ര ചെയ്ത് മിഷൻ ഹൗസിലെത്തി. 1000 അർജന്റീൻ പൈസ തരീഖ് ജദീദിൽ നൽകി. അദ്ദേഹം പറയുന്നു, എനിക്ക് വളരെ ആശ്ചര്യം തോന്നി. അയാളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചമായിരുന്നില്ല. സ്കൂളിൽ വിദ്യാർത്ഥിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേക കുടുംബ സാഹചര്യവും ഇല്ലായിരുന്നു. കുടുംബ സാഹചര്യം മെച്ചമുള്ളതുമായിരുന്നില്ല. പറയുന്നു, പൈസയുടെ കുറവ് കാരണം അദ്ദേഹം ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ചിരുന്നില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു, നവ അഹമ്മദികൾക്കും തരീഖ് ജദീദിൽ ഭാഗവാക്കാകാനുള്ള കാലത്തിന്റെ ഖലീഫയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുകയുണ്ടായി. കാരണം അദ്ദേഹത്തിന് തരീഖ് ജദീദ് മുഖേനയാണ് അഹമ്മദിയത്തിന് സന്ദേശം എത്തിയത്. പറയുന്നു, ഒരു വശത്ത് ഞാൻ ഈ സന്ദേശത്തിന്റെ വാക്കുകൾ വായിച്ചു, മറുഭാഗത്ത് അതേ ദിവസം വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ അള്ളാഹു പറയുന്നു, ശുഹദാക്കളെയും അവരുടെ ത്യാഗങ്ങളെയും മൃതമാണെന്ന് കരുതരുത്, മറിച്ച് അവർ എന്നെന്നും ജീവിക്കുന്നവരാകുന്നു. പറയുന്നു, മരണശേഷം എന്നെന്നും എൻ്റെ പ്രതിഫലവും പ്രയോജനവും നിലനിൽക്കുന്ന ത്യാഗം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലും ആഗ്രഹമുണ്ടായി. പറയുന്നു, എൻ്റെ കുടുംബം എല്ലാവരും അനഹമ്മദികളാണ്. എൻ്റെ ജന്മദിനത്തിൽ കുറച്ച് തുക ഉപഹാരമായി തന്നിരുന്നു. എനിക്ക് കിട്ടിയതുപോലെ ഈ തുക മുഖേന മറ്റുള്ളവർക്ക് അഹമ്മദിയത്തിന്റെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി ഞാൻ സംഖ്യയിൽ നിന്ന് ബാക്കി വന്നത് മുഴുവൻ തരീഖ് ജദീദിൽ നൽകി. ഇതാണ് അഹമ്മദിയത്ത് മുഖേന ജനങ്ങളിൽ ഉണ്ടാകുന്ന വിപ്ലവം. പുതിയ അഹമ്മദികളാണെങ്കിലും പഴയ അഹമ്മദികളാണെങ്കിലും അഹമ്മദീയ ജമാഅത്ത് എങ്ങനെയാണ് പൈസ ചെലവഴിക്കുന്നതെന്നും എവിടെയെല്ലാമാണ് ചെലവഴിക്കുന്നതെന്നും കേൾക്കുമ്പോൾ ഒരു പ്രത്യേക പ്രഭാവം ഉണ്ടാകുന്നു. ഏതെങ്കിലും ജമാഅത്തിൽ ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ കുറവാണെങ്കിൽ ശ്രദ്ധ ക്ഷണിക്കുക, ഉദ്ദേശങ്ങൾ വിവരിച്ചു കൊടുക്കുക, പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക.
അങ്ങനെയായാൽ അവിടെ ചന്ത വർദ്ധിക്കുന്നതാണ്. ലൈബീരിയയിലെ ഒരു സംഭവമാണ്. ഒരു ലോക്കൽ മൊല്ലി മുർത്തദ സാഹിബ് പുതിയ അഹമ്മദികൾ ധാരാളമുള്ള ജമാഅത്തിലേക്ക്, അതായത് ഈ ജമാഅത്തിൽ ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാമിൽ വന്നവരാണ് കൂടുതലും, പറയുന്നു, തരീഖ് ജദീദ് സംബന്ധിച്ച് പര്യടനത്തിന് പോയി. അദ്ദേഹം ഗ്രാമത്തിലെത്തിയപ്പോൾ ഉച്ചസമയമായിരുന്നു. അധികം ആളുകളും തങ്ങളുടെ ജോലിക്ക് വേണ്ടി കൃഷിയിടങ്ങളിലേക്ക് പോയിരുന്നു. അദ്ദേഹം അവിടെ ഉള്ളവരോട് പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി ഇവിടെ താമസിക്കുന്നതാണ്. 100% ആളുകളും ഈ അനുഗ്രഹീത പദ്ധതിയിൽ ഭാഗവാക്കാകാതെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതല്ല. രാത്രി എല്ലാവരും ഗ്രാമത്തിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം അവർക്ക് മുന്നിൽ തരീഖ് ജദീദിന്റെ മഹത്തായ ആഹ്വാനത്തിന്റെ പശ്ചാത്തലം പ്രാധാന്യവും വിവരിച്ചു. എല്ലാവരെയും അതിൽ ഉൾപ്പെടാൻ ആഹ്വാനം ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാവരും സ്ത്രീകളും അതിൽ ആവേശത്തോടെ ഭാഗഭാക്കായി. അടുത്ത ദിവസം രാവിലെ തിരിച്ചു വരാൻ ഒരുങ്ങുമ്പോൾ ഇൻഷാസു സാഹിബ് എന്ന ആൾ 2 മാസമായി പുറത്ത് കൃഷിയിടത്തിലാണെന്നും അദ്ദേഹം തരീഖ് ജദീദിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും ആരോ വന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് എത്താനും കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഭൂമി കുറെ ദൂരെയാണ്. മഴ കാരണം വഴിയും തടസ്സപ്പെട്ടിരുന്നു. മൊല്ലീൻ സാഹിബ് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തുള്ള കൃഷിസ്ഥലത്താണുള്ളത്. നിങ്ങളുടെ ജമാഅത്തിൽ 100% ആളുകളും ഇതിൽ ഉൾപ്പെടണം. ജമാഅത്തിലെ ആളുകൾ പോകുന്നത് തടയാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അവിടേക്ക് പോകുന്നത് തടയാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം നിർബന്ധം പിടിച്ചുകൊണ്ടേയിരുന്നു. ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തോടൊപ്പം പുറപ്പെട്ടു. 2.5 മണിക്കൂർ കാൽനടയായി പുറപ്പെട്ടതാണ്. ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തോടൊപ്പം കൂടി 2.5 മണിക്കൂർ കൽപ്പന യാത്രയ്ക്ക് ശേഷം അവർ അൽ ഫൻസു സാഹിബിന്റെ അടുക്കലെത്തി. അപ്പോൾ അദ്ദേഹത്തിനും അത്ഭുതകരമായി, സന്തോഷമായി. ഉടൻ തന്നെ അദ്ദേഹം തരീഖ് ചന്ത കൊടുത്തു. ഫസ്ലു സാഹിബിന്റെ ഭാര്യയും മറ്റു മക്കളും അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് താമസിച്ചിരുന്നത്. ഭാര്യ അഹമ്മദിയായിട്ടുണ്ടായിരുന്നില്ല. ഈ കാരണങ്ങളെല്ലാം കണ്ടപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ അഹമ്മദികളുടെ ദീനീ സേവനത്തിലുള്ള ആവേശത്തിൽ പ്രഭാവിതയാണ്. ആയതിനാൽ ഇന്ന് ഞാൻ ഈ ജമാഅത്തിൽ ചേരുകയാണ്. എൻ്റെ മക്കളും ഈ ജമാഅത്തിന്റെ ഭാഗമാകുന്നതാണ്. അങ്ങനെ അതിൻ്റെ അനുഗ്രഹപരമായ ഒരു കുടുംബത്തിന് അഹമ്മദിയത്തിൽ ചേരാൻ സൗഭാഗ്യം ലഭിച്ചു. ബയ്യത്തിന് ശേഷം സാമ്പത്തിക ത്യാഗം എത്രമാത്രം അനിവാര്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. മാലിയിലുള്ള മുബല്ലി സാഹിബ് എഴുതുന്നു, ഒരു റീജനിൽ സൈദു സാഹിബ് എന്നൊരാളുണ്ട്. ഒരു ദിവസം കേത്തലയിലെ അഹമ്മദിയ മിഷൻ ഹൗസിൽ വന്നു. തൻ്റെ തരീഖ് ജദീദ് ചന്ത കൊടുത്തുകൊണ്ട് പറഞ്ഞു, തരീഖ് ജദീദ് വർഷം അവസാനിക്കുകയാണ്. ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു. അള്ളാഹു എനിക്ക് തരീഖ് ജദീദ് വാഗ്ദാനം പൂർത്തിയാക്കാൻ തൗഫീക്ക് നൽകട്ടെ എന്ന അനുഗ്രഹത്തിലാണുള്ളത്. ഇന്ന് അള്ളാഹു എനിക്ക് അതിന് തൗഫീക്ക് നൽകി. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അദ്ദേഹത്തിന് ഒരു കാൽ സ്വാധീനം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, എന്തിനാണ് താങ്കൾ ബുദ്ധിമുട്ടിയത്? പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് താങ്കളുടെ അടുക്കൽ വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ ആവേശത്തോട് പറഞ്ഞു, ഞാൻ ഇമാമതി വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ ഭൗതികമായ ശാരീരിക ന്യൂനതകളെയൊന്നും ഉള്ളവനാണെങ്കിലും ഞാൻ എന്നെ ശാരീരിക സൗഖ്യമുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹാതിരേഖത്താൽ ദീനിന്റെ കാര്യത്തിൽ വേദനയുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ അള്ളാഹുവിന്റെ ദീനിന്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടം വരെ നടന്നു വന്നത് അള്ളാഹുവിന്റെ സൗദത്തിൽ സ്വീകൃതമായേക്കാം. അതെനിക്ക് പൊറുക്കലിന് കാരണവുമായേക്കാം. പെനിൽ നിന്ന് മുബല്ലിഗ് എഴുതുന്നു, ലോക്കൽ മൊല്ലിം മൂത്തുവാമ സാഹിബ് പറയുന്നു, എൻ്റെ സോണിലുള്ള ഒരു പുതിയ ജമാഅത്തിൽ പോയി. അവിടെ സദർ ജമാഅത്ത് ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, ഞങ്ങൾ
ആരംഭം മുതൽ തന്നെ മുസ്ലിങ്ങളാണ്. എപ്പോഴും എല്ലാവർക്കും സാമ്പത്തിക ത്യാഗം അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇമാമിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അഹമ്മദികളായി അഹമ്മദീയ മാത്തിൽ ആദ്യമായി ധനത്യാഗം ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ഇമാമിന് നൽകിയിരുന്നത് അദ്ദേഹത്തിന്റെ ചെലവിലേക്കാണ് പോയിരുന്നത്. എന്നാൽ ഞങ്ങൾ അഹമ്മദീയ മാത്തിന്റെ മുബല്ലിഗിന് സാമ്പത്തിക ത്യാഗത്തിൽ നൽകിയ തുക ചെലവഴിക്കുന്നത് സംബന്ധിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ധനത്യാഗത്തിന്റെ മഹത്തായ ചെലവുകളെ പറ്റി പറഞ്ഞു തന്നു. അതേക്കുറിച്ച് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ജമാഅത്ത് ഈ നൽകുന്ന നിസ്സാര തുകയെയും പാഴാക്കുന്നില്ല, മറിച്ച് ഈ നിസ്സാര തുകയും വലുതും ചെറുതുമായ നന്മയുടെ പ്രവർത്തനങ്ങളിലും ഇസ്ലാമിന്റെ പ്രചാരണത്തിനും ചെലവഴിക്കുന്നു. ഒരാൾ ഏതാനും ഫ്രാങ്കാണ് ചന്ത നൽകുന്നതെങ്കിലും അയാൾ അതിന്റെ ഏറ്റവും നല്ല പ്രതിഫലം നേടുന്നു. ആയതിനാൽ ഞങ്ങൾ ത്യാഗത്തിന്റെ തത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് തരീഖ് ജദീദിൽ ചന്ത കൊടുക്കുന്നത്. ഈ വർഷം ഞങ്ങളുടെ വീടുകളിൽ സാമ്പത്തിക പ്രയാസം ഉണ്ടായിരുന്നില്ലെന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടതാണ്. ഞങ്ങളുടെയും മക്കളുടെയും ആരോഗ്യത്തിന് എല്ലാ ദിവസവും ചെലവഴിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇത്തവണ അത് വേണ്ടി വന്നില്ല. ഞങ്ങളുടെ നമസ്കാര ഹാജർ നേരത്തെ ഇതിലും മെച്ചപ്പെട്ടു. അള്ളാഹു ഞങ്ങളെ സംരക്ഷിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ധനത്യാഗത്തിന് ശേഷം ഞങ്ങളുടെ ത്യാഗം പ്രതാപരായില്ലെന്ന മനസ്സമാധാനവും സംതൃപ്തിയും ഞങ്ങൾക്ക് ലഭ്യമായി. ചിലർ പറയുന്നത് ആഫ്രിക്കയിലെ വിദൂര നാട്ടിൽ കഴിയുന്ന നിരക്ഷരായ ജനങ്ങൾക്ക് ചിന്താശേഷിയില്ലെന്നാണ്. എന്നാൽ ഇത്തരം ചിന്തകളും ഉന്നത ധാരണകളും വലിയ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് പോലും ഉണ്ടായിരിക്കുകയില്ല. അവരെങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്? ധനത്യാഗത്തിന്റെ പ്രാധാന്യവും അവയ്ക്ക് ബോധ്യമാകുന്നതും ജമാഅത്തിന് ശേഷം ഈ വിപ്ലവമാണ് ജനങ്ങൾക്കുണ്ടാകുന്നത്. അള്ളാഹു നമുക്കെല്ലാവർക്കും ഇസ്ലാമിക പ്രചാരണത്തിന് ത്യാഗം ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ സമ്പാദ്യത്തിൽ നിന്നൊരു ത്യാഗം ചെയ്യുന്നവരാകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പക്കൽ ഈ ത്യാഗങ്ങൾ സ്വീകരിക്കപ്പെടട്ടെ. അള്ളാഹു നമ്മളിൽ തൃപ്തനാകുമാറാകട്ടെ. ഇനി ഞാൻ തരീഖ് ജദീദ് പുതുവർഷം വിളംബരപ്പെടുത്തുകയാണ്. ചില കണക്കുകൾ സമർപ്പിക്കുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒക്ടോബർ 31 87-ാം വർഷം അവസാനിച്ചു. 88-ാം വർഷം ആരംഭിച്ചിരിക്കുന്നു. തരീഖ് ജദീദ് സാമ്പത്തിക സഹായത്തിൽ 15.3 മില്യൺ പൗണ്ട് ത്യാഗം ചെയ്യാൻ തൗഫീഖ് ലഭിച്ചിരിക്കുന്നു. ജർമ്മനി ലോകം മുഴുവനും ജമാഅത്തുകളിൽ പ്രകടമായും വളരെ മുന്നിലാണ്. പാകിസ്ഥാനിലെ സാമ്പത്തിക സ്ഥിതിയും വളരെ മോശമാണ്. ത്യാഗത്തിൽ അവർ മുന്നേറുന്നുമുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇത് കൂടാതെയും അവരിപ്പോൾ പൊതുവിൽ പ്രയാസങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. കേസുകൾ ഉണ്ടാകുമെന്നും ആർക്കെങ്കിലും ഒക്കെ എതിരിൽ കേസുണ്ടാകുന്നു. നിയമം അവരെ കഴിവതും ഞെക്കിഞ്ഞെരുക്കുന്നു, പ്രയാസപ്പെടുത്താൻ ശ്രമിക്കുന്നു. അള്ളാഹുവരുടെ പ്രയാസങ്ങൾ അകറ്റുമാറാകട്ടെ. അവർക്കും സ്വതന്ത്രമായി തങ്ങളുടെ ആക്ടിവിറ്റികൾ നടത്താൻ കഴിയുമാറാകട്ടെ. ഇജ്തിമകളും ജൽസകളും നടക്കുമാറാകട്ടെ. തുറന്ന രീതിയിൽ ത്യാഗങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുമാറാകട്ടെ. അവർ പ്രകോപിപ്പിക്കുന്നതാണ്, പക്ഷെ നമുക്ക് അത് വെളിപ്പെടുത്താൻ കഴിയട്ടെ. നിർബന്ധിത സാഹചര്യങ്ങൾ കാരണം അവരുടെ ത്യാഗങ്ങളെ പറ്റി പരാമർശിക്കാൻ പോലും കഴിയുന്നില്ല. ഏതായിരുന്നാലും അവരെ കൂടാതെ ത്യാഗം ചെയ്യുന്നവരിൽ ജർമ്മനി 1-ാം സ്ഥാനത്താകുന്നു. അതിനുശേഷം ബ്രിട്ടൻ, പിന്നെ അമേരിക്ക 3-ാം സ്ഥാനത്താണ്. 4-ാം സ്ഥാനത്ത് കാനഡയാണ്. 5-ാം സ്ഥാനത്ത് മധ്യേഷ്യയിലെ ഒരു ജമാഅത്താണ്. 6-ാം സ്ഥാനത്ത് ഭാരതം. 7-ാം സ്ഥാനത്ത് ആസ്ട്രേലിയ. 8-ാം സ്ഥാനത്ത് ഇന്തോനേഷ്യ. 9-ാം സ്ഥാനത്ത് ഘാന. 10-ാം സ്ഥാനത്ത് മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്താകുന്നു. ആഫ്രിക്കൻ നാടുകളിൽ മൊത്തം പിരിവിന്റെ അടിസ്ഥാനത്തിൽ
പ്രകടമായ സ്ഥാനം ഘാനയ്ക്കാകുന്നു. പിന്നെ നൈജീരിയ, ശേഷം ബുർക്കിന ഫാസോ, തുടർന്ന് തൻസാനിയ, പിന്നെ സിയറാലിയോൺ. സിറാലിയോണിനെ പറ്റി നേരത്തെ ഞാൻ പറഞ്ഞതാണ്, മുന്നേറാൻ സാധ്യമാണ് എന്നതാണ്. അതിനുള്ള സാഹചര്യവുമുണ്ട്. എന്നാൽ നൽകേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ല. ശരിയായ നിലയിൽ ജനങ്ങൾക്ക് ത്യാഗത്തെപ്പറ്റി പറഞ്ഞു കൊടുത്താൽ, ഞാൻ പറഞ്ഞു വന്നതുപോലെ ജനങ്ങൾ ത്യാഗം ചെയ്യുന്നതാണ്. തുടർന്ന് ഗാംബിയ, പിന്നെ ബെനിൻ, ശേഷം ഉഗാണ്ട, അത് കഴിഞ്ഞ് കെനിയയും ലൈബീരിയ. ഭാഗവാക്കായവരുടെ എണ്ണത്തിൽ നൈജീരിയയാണ് ഒന്നാമത്, പിന്നെ ഗാംബിയ, തുടർന്ന് സെനഗൽ, ശേഷം ഗാന, പിന്നെ തൻസാനിയ, അത് കഴിഞ്ഞ് ഗിനി കുനാക്കരി, മാലാവി, ഉഗാണ്ട, ഗിനി ബസൗ, കോങ്കോ, കൻസാഷ, ബുർക്കിന ഫാസോ, ബ്രാഡ്വേൽ. ഭാഗവാക്കായവരിൽ ആഫ്രിക്ക ഒഴികെയുള്ള രാജ്യങ്ങളിൽ വർധനവിന്റെ കാര്യത്തിൽ ആദ്യം ജർമ്മനിയാകുന്നു, പിന്നെ ബ്രിട്ടൻ, പിന്നെ ഹോളണ്ട്, ശേഷം ബംഗ്ലാദേശ്, തുടർന്ന് മൊറീഷ്യസ്. ഒന്നാം ലെഡ്ജറിന്റെ എല്ലാ അക്കൗണ്ടുകളും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സജീവമാണ്. ജർമ്മനിയിലെ ആദ്യത്തെ 10 ജമാഅത്തുകൾ റോയിഡന്മാർക്ക് നോയിസ്, മഹദിയാബാദ്, കോളോൺ, റോഡ്ഗോ, നേഡ, ഫ്ലോറസ്ഹൈം, ഗിനിബുർഗ്, ഫ്രങ്കൻതാൽ, ഔസംബർഗ്. ലോക്കൽ ഇമാരത്തുകൾ ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ ഹംബുർഗ്, ഫ്രാങ്ക്ഫർട്ട്, ഗ്രാസ്ഗ്രാവ്, ഡെറ്റിസ്ബാഹ്, വിസ്ബാദൻ, മോർഫീൽഡൻ, എഡ്സ്റ്റഡ്, മൻഹൈം, ഡാംസ്റ്റഡ്, സെൽഷൈം. പാകിസ്ഥാനിൽ തരീഖിന്റെ ത്യാഗത്തിൽ പിരിവിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ലാഹോർ ആകുന്നു, പിന്നെ റബുവ, പിന്നെ കറാച്ചി. ഇസ്ലാമാബാദാണ് ജില്ലകളിൽ. പിന്നെ ഗുജറൻവാലയുടെ സിയാൽകോട്ട്, പിന്നെ ഉമർകോട്ട്, ശേഷം മുൽത്താൻ, ടോബ ടേക് സിംഗ് എന്നിവയാണ്. മീർപൂർ ഖാസ് ഉണ്ട്, അട്ടക് ഉണ്ട്, മീർപൂർ ആസാദ് കശ്മീർ, ഡേറ ഗാസി ഖാൻ. പിരിവിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കുർബാനി ചെയ്തവരുടെ ഇമാരത്തുകൾ ഡിഫൻസ് ലാഹോർ, ഗുൽഷനാബാദ് കറാച്ചി, അസീസാബാദ് കറാച്ചി, ടൗൺഷിപ്പ് ലാഹോർ, മോഡേൺ ടൗൺ ലാഹോർ, മുഗൾപുര ലാഹോർ, ഡെലിഗേറ്റ് ലാഹോർ, കൽഫട്ടൻ കറാച്ചി, ബഹാവൽ നഗർ പട്ടണം, ഹാഫിസാബാദ്. ബ്രിട്ടനിൽ ആദ്യത്തെ 5 റീജനുകൾ ബൈത്തുൽ ഫുത്തു റീജൻ, പിന്നെ മസ്ജിദ് ഫസൽ റീജൻ, ശേഷം ഇസ്ലാമാബാദ് റീജൻ, അതിനുശേഷം മിഡ്ലാൻഡ്സ് റീജൻ, ബൈത്തുൽ ഹിസാർ റീജൻ. മൊത്തം പിരിവിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിലെ ആദ്യത്തെ 10 ജമാഅത്തുകൾ ഫറാൻഹം, ഇസ്ലാമാബാദ്, സൗത്ത് ചെയിൻ, മസ്ജിദ് ഫസിൽ, വോസ്റ്റർ പാർക്ക്, ബർമിംഗ്ഹാം, സൗത്ത് വാലസ്, ഹാൾ അലട്ട് ഷാർട്ട്, ജലങ്കം ടെലിഫോൺ. അമേരിക്കയിൽ ജമാഅത്തുകളിൽ മൊത്തം പിരിവിന്റെ അടിസ്ഥാനത്തിൽ മേരിലാൻഡ്, ലാസ് ആഞ്ചലസ്, ഡെട്രോയിറ്റ്, സിലിക്കോൺ വാലി, ഷിക്കാഗോ, സൈറ്റൽ, സെൻട്രൽ വിർജീന, ആഷ്കാഷ്, അറ്റ്ലാന്റ, ജോർജിയ, പിന്നെ സൗത്ത് വെർജീനിയ, ശേഷം ഹോസ്റ്റൺ, പിന്നെ യാർക്ക്, അത് കഴിഞ്ഞാൽ ബോസ്റ്റൺ. പിരിവിന്റെ അടിസ്ഥാനത്തിൽ കാനഡയിലുള്ള ലോക്കൽ ഇമാരത്തുകൾ വാൻ, പീസ് വില്ലേജ്, കലിഗരി, ഇത് രണ്ടും തുല്യമാണ്. പിന്നെ വാങ്കോവർ,
ടൊറാൻഡോ വെസ്റ്റ്, പിന്നെ ടൊറാൻഡോ. ഇന്ത്യയിലെ ആദ്യത്തെ 10 ജമാഅത്തുകളിൽ ഒന്ന് ഖാദിയാൻ ഒന്നാം സ്ഥാനത്താകുന്നു. പിന്നെ കോയമ്പത്തൂർ, ശേഷം ഹൈദരാബാദ്, അതിനുശേഷം കരളയിയാണ്. പിന്നെ പത്തപ്പിരിയം, കൽക്കത്ത, ബാംഗ്ലൂർ, കേരങ്, കാലിക്കറ്റ്, മേലപ്പാളയം. ധനത്യാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താകുന്നു. പിന്നെ തമിഴ്നാട്, ശേഷം ജമ്മു കാശ്മീർ, അത് കഴിഞ്ഞ് കർണാടകം, തെലങ്കാന, ഒറീസ, പഞ്ചാബ്, ബംഗാൾ, ഡൽഹി, ലക്ഷദ്വീപ്. ആസ്ട്രേലിയയിലെ ആദ്യത്തെ 10 ജമാഅത്തുകൾ മൽബൺ, ലാംഗ്വാറൻ, കാസൽ ഹിൽ, മാസിഡൻ പാർക്ക്, മെൽബൺ, ബേറൂക്ക്, എഡ്ലേഡ് സൗത്ത്, പെനെർത്ത്, പർത്ത്, ഇസിസ്റ്റി, കേംബ്ര, പേരാമാട്ട, എഡ്ലേഡ് വെസ്റ്റ്. ഇതാണ് ആസ്ട്രേലിയയിലുള്ള ജമാഅത്തുകൾ. അള്ളാഹു എല്ലാ ത്യാഗം ചെയ്തവർക്കും അവരുടെ സമ്പത്തിലും അംഗങ്ങളിലും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.